കഴിഞ്ഞ മാസം പറഞ്ഞു നിർത്തിയത് ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റേഴ്സ് അതിന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. Fe5CO50 അതിൽ ഇലക്ട്രോൺ കൗണ്ട് എടുക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു വരുന്നത് ദ അറേഞ്ച്മെന്റ് ഓഫ് മെറ്റൽസ് ഇൻ ദി സ്കെലറ്റൽ സ്ട്രക്ചർ. നമ്മളറിയാം ഇഫ് ഇറ്റ് ഈസ് എ ലോ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ഇറ്റ് ഇസ് വെരി സിമ്പിൾ. 2 ആയാലും 3 ആയാലും 4 ആയാലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. 2 അത് ലീനിയർ ആയിരിക്കും, 3 മെറ്റലിന്റെ അറേഞ്ച്മെന്റ് ട്രയാങ്കുലർ ആയിരിക്കും, 4 ടെട്രഹെഡറോ, ചില കേസിൽ സ്ക്വയറോ, ചില കേസിൽ ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ശരിയല്ലേ. 5, 6, 7 ഒക്കെ ആകുമ്പോൾ പല വിധത്തിൽ ഷേപ്പ്. 5 സ്ക്വയർ പെന്നോട്ട് വരാം, ട്രയാങ്കിൾ പേപ്പറിനോട്ട് വരാം അല്ലേ. 6 ഷേപ്പിൽ വ്യത്യാസമൊക്കെ വരാം, ഓരോ പല ഷേപ്പുകൾ വരാം. അപ്പൊ അതിനെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്കെലറ്റൽ സ്ട്രക്ചറെ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തുപയോഗിക്കാം? നമ്മളെ പഴയ വെയ്റ്റ്സ് റൂൾ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, ഓർമ്മ ഉണ്ടാവണം, പേര് ഓർമ്മ ഉണ്ടാവും. എന്തായാലും സ്റ്റഡീഡ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് സെമസ്റ്റർ. ബോറൈൻസിലുള്ള ക്ലോസ് ഓവറിയുടെ വരക്കുന്ന സ്ട്രക്ചർ വരുന്ന as per the number of electron pairs m+1, m+2, m+3 ക്ലോസ് ഓവറിയുടെ വരക്കണോ ഹൈഫോ നമുക്ക് പറഞ്ഞിട്ട് അല്ലേ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അതേ റൂൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എന്തിന്? in order to predict the skeletal structure of the high nuclearity carbonyl clusters. എന്താ സ്കെലറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ how the metal atoms are connected together. സ്കെലറ്റൺ അങ്ങനെയാണ്. ബാക്കി എന്റെ പുറത്ത് എന്താവുക? ബാക്കി എന്റെ പുറത്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക, ചിലപ്പോൾ വല്ല എൻകാപ്സുലേറ്റഡ് ആറ്റംസ് ഉണ്ടാവും, അതൊക്കെ പുറത്താണ്. അയൺ ആറ്റംസ് അല്ലെങ്കിൽ കൊബാൾട്ട് ആറ്റംസ് അല്ലെങ്കിൽ റോഡിയം ആറ്റംസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ? അത് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും as per the Wade's rule. It is the usually known as the Wade-Mingus-Loher rules. They are very simple actually. You have to get the formula of a polymetal cluster or carbonyl cluster. You can see what നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ എടുക്കുക. Fe5CO50 നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്നും അറിയില്ല. And you are going to predict the skeletal structure of Fe5CO50. That means how the iron atoms are connected together. Carbon dioxide നമ്മൾ എത്ര ഇടുന്നോ അത് ബ്രിഡ്ജിങ് ആണോ അതല്ല ടെർമിനൽ ആണോ അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അയൺ ആറ്റംസിന്റെ മാത്രം സ്കെലറ്റൺ എങ്ങനെ ഉണ്ടാവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മള് ഈ പറഞ്ഞ Wade-Mingus റൂൾ, Wade-Mingus റൂൾ, Wade's rules പറയും. ഒരു പേര് പറയും, 2 പറയും, 3 പേരും പറയും. അങ്ങനെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. You can see that first of all what you have to do is take or calculate the total electron count. Okay, and this total electron count, the total number of electrons is supposed to be used for 2 types of bonding. One is the skeletal bonding, other one is the non-skeletal or peripheral bonding. Skeletal bonding എന്ന് പറഞ്ഞാൽ ഈ മെറ്റാറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ് മാത്രം. മറ്റെന്താണ് പെരിഫറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? that is with carbon monoxide ആയിട്ടുള്ള ബോണ്ടിങ്, അതിന് പെരിഫറൽ ബോണ്ടിങ് എന്നോ നോൺ സ്കെലിറ്റൽ വളരെ ക്ലിയർ അല്ലേ, നോൺ സ്കെലിറ്റൽ ബോണ്ടിങ് എന്നോ പറയും. For example, how to take the electron count? Very simple. You add all the electrons donated by the constituent species. ഇവിടെ അയൺ ഉണ്ട്, കാർബൺ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. എല്ലാത്തിന്റെയും വാലൻസ് ഇലക്ട്രോൺസ്, ഔട്ടർ മോഷൻ ഇലക്ട്രോൺസ്. അയണിന്റെ കേസിൽ നമുക്കറിയാം that is 8, കാർബണിന്റെ കേസിൽ that is 4, കാർബൺ മോണോക്സൈഡ് കേസിൽ that is 2. കാർബൺ മോണോക്സൈഡ് ഔട്ടർ സെല്ലിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ഡൊണേറ്റ് ചെയ്ത് 2 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ അയണിന്റെ കേസിൽ എടുക്കുക. അയൺ എത്ര അയൺ ഉണ്ട്? 5 അയൺ ഉണ്ട്. Contribute 40 electrons, 5 into 8. Then ഒരു കാർബൺ ഉണ്ട്, that is contributing 4 electrons. Then we have 30 electrons. Now we have 40 plus 30 plus 4 is equal to 74 electrons. That is the total electron count, 74 electrons. Now we have a very special or very important assumption that
ഈ ഇലക്ട്രോൺ ഞാൻ നേരത്തെ പറഞ്ഞു that is used for two purposes. One is for the skeletal bonding, other one is for non-skeletal bonding. Okay, total is this 74. Now what is the number of നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് we have to find out the number of electrons for skeletal bonding. അതെങ്ങനെ കിട്ടുമോ? അത് ടോട്ടൽ ആണ്. അതിന് നോൺ സ്കെലിറ്റലിലെ കുറക്കുക. നോൺ സ്കെലിറ്റലിലുള്ള പ്രധാന അസംപ്ഷൻ ആണ് each metal atom make use of a 12 electrons for നോൺ സ്കെലിറ്റൽ ബോണ്ടിങ്. 12 ഇലക്ട്രോൺസ് നോൺ സ്കെലിറ്റൽ ബോണ്ടിങ് ഉപയോഗിക്കും. 1 2 ഒന്നല്ല. ഈ 12 പെട്ടെന്ന് ആലോചിച്ച് നമുക്ക് ഈ 12 ഇലക്ട്രോൺസ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ these 12 electrons may be used for bonding with carbon monoxide or they may be simply remaining as non bonding. ചിലപ്പോൾ നോൺ ബോണ്ടിങ് ആയിരിക്കും, ചിലപ്പോൾ കാർബൺ മോണോക്സൈഡ് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. മൊത്തത്തിൽ ഓരോ മെറ്റലിനും അത് അയൺ ആയാലും ശരി, നിക്കലായാലും ശരി, കൊബാൾട്ട് ആയാലും ശരി, അടുത്ത സീരീസിൽ വരുന്ന റുത്തീനിയോ, റോഡിയോ, ഇറിഡിയോ, ഓസ്മിയോ, ഇറിഡിയം, പ്ലാറ്റിനം എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ശരി, each metal makes use of a 12 electrons for non-skeletal or peripheral bonding. That means from this 74 you deduct yes 5 into each metal make use of 12 electrons, 5 into 12 that is yes electrons for non-skeletal bonding is equal to എത്രയാണ്? yes 5 into 12. 5 എന്ന് പറഞ്ഞാൽ ഏതാ 5? ഇതാണ് 5. അയൺ തരമാണ് 5. 12 എന്ന് പറഞ്ഞാൽ എന്താണ്? that is fixed number, whatever may be the metal, that is 12. that means 60. so that is the number of electrons used for non-skeletal bonding. This is the total number of electrons. The difference will be, that is 14 will be yes the number of electrons used for skeletal bonding. For skeletal bonding എത്ര electrons ഉപയോഗിച്ചിട്ടുണ്ട്? 7 pair ആയിട്ടായിരിക്കണം. 14 എന്ന് പറഞ്ഞാൽ it's very simple. There are 7 pairs of electrons and now the relation of this 7 with this number, that is metal രണ്ട് എത്രയാണ്? 5 മെറ്റൽ ആണ്. 5 മെറ്റലിന് 7 എന്ന് പറഞ്ഞാൽ that is yes m plus 2. അപ്പോൾ എന്താണ് അത്? m plus 2 pairs ആണുള്ളത്. m is the yes ഇതാണെങ്കിലോ m plus 1 എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? ഇത് 5 ആണ്. ഇതൊന്നും നന്നാൻ പാടില്ല, മെറ്റൽ മാത്രം. m plus 2 m plus 2 എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ നമുക്ക് ഓർമ്മ ഉണ്ടാവും. m plus 1 is for proso, m plus 2 is for nido, m plus 3 is for arcano. ശ്രദ്ധിക്കുക, m plus 1, m plus 2, m plus 3. Is it clear? അപ്പോൾ ഇതെന്തായിരിക്കും സ്ട്രക്ചർ? yes this Fe5C CO15 will have a nido structure because it is m plus 2. Clear? നമ്മളെ ബോറൻസിന്റെ ഓർമ്മ ഉണ്ടാവണം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ m plus 2 കിട്ടിയോണ്ട് 7 കിട്ടിയപാടെ നമ്മൾ എങ്ങനെ m plus 2 എന്ന് പറയുന്നത് 7 ഇതാ ഈ 5 ആയിട്ട് ബന്ധപ്പെടുത്തേ. yes it has a nido structure എന്ന് പറഞ്ഞാൽ എന്താണ്? നെസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? yes from a polyhedron one vertex is removed. ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യപ്പെട്ട പോളിഹെഡ്രൺ ആണെന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് nido. full vertex ഉള്ള പോളിഹെഡ്രൺ ആണെങ്കിൽ that is closed. polyhedron may be yes a triangle bipyramid for 5 vertices or it may be a octahedron for 6 vertices or it may be sometimes a pentagonal bipyramid for 7 vertices and so on. okay, ഇവിടെ പ്രധാനമായിട്ട് 6 5 ഒക്കെ പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ this is a ശ്രദ്ധിക്കുക m plus 2 is for nido structure എന്ന് പറഞ്ഞാൽ ഉടനെ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. എന്താണ് nido structure? അപ്പോൾ അത് ഏതോ ഒരു പോളിഹെഡ്രണിൽ നിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യപ്പെട്ടതാണ്. ആ പോളിഹെഡ്രൺ ഏതായിരിക്കും? അപ്പോൾ 5 വെർട്ടെക്സ് എന്തായാലും പോകണം. അപ്പോൾ 6 വെർട്ടെക്സ് ഉള്ള പോളിഹെഡ്രൺ നമുക്കറിയാം. that is yes an octahedron. from an octahedron if you remove one vertex you get a എന്താണ് square pyramid. isn't it? ഇതാണ് നമ്മുടെ ഒക്ടാഹെഡ്രസിന്റെ ഒരു മെറ്റൽ ഇവിടെ ഉണ്ടാവും. രണ്ടാമത്തെ മെറ്റല്, മൂന്നാമത്തെ മെറ്റല്, നാലാമത്തെ മെറ്റല്, അഞ്ചാമത്തെ മെറ്റല്, ആറാമത്തെ മെറ്റല്. ഒക്ടാഹെഡ്രൺ ആയിരുന്നെങ്കിൽ ഒക്ടാഹെഡ്രൺ ഇവിടെ എന്താണ്? ഇത് നിഡോ ആണ്. ഒരു വെർട്ടെക്സ് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ Fe5C CO15 സ്ട്രക്ചർ. ക്ലിയർ? ഇതിന്റെ എക്സാമ്പിൾ ക്ലിയർ ആവും. ഇത് 12 കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതെന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സ്ട്രക്ചർ നമ്മൾ വരച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ച സ്ട്രക്ചർ എന്തായിരുന്നു? Fe5C
ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇവിടെ കാർബൺ ഉണ്ട്, ഈ കാർബൺ ഇതുമായിട്ടും 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 നമുക്ക് പ്രശ്നമില്ല. ഇതുമായിട്ടും ഇവിടെ ഓരോ സ്ഥലത്തും എന്തുണ്ട്? യെസ്, 3 കാർബൺ മോണോക്സൈഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ മൊത്തം 5 × 3 15 Fe5C CO50. ഈ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ട്. എന്താ സ്ട്രക്ചർ? ഇതാണ് ഈ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ദ Nido structure. It is a 6 vertex polyhedron from which one vertex is removed. Clear ആണല്ലോ? A 6 vertex polyhedron from which one vertex is removed. ഇത് എന്താ ശ്രദ്ധിക്കുക, ഇത് ഒരു ക്ലോസ്, നമ്മുടെ ട്രയാഗണൽ ബൈപിരമിഡ് ഈസ് എ ക്ലോസോ സ്ട്രക്ചർ. സ്ക്വയർ പിരമിഡ് ഈസ് ഓൺലി എ നിഡോസ്. ഇത് ക്ലോസ്ഡ് അല്ലേ? അല്ല. കാരണം എന്താണ്? ഇത് പോളിഹെഡ്രൺ അല്ല. ശ്രദ്ധിക്കുക, അടിയിൽ ഒരു സ്ക്വയർ ആണ്, ബാക്കി എല്ലാ ട്രയാങ്കിളും. പോളിഹെഡ്രൺ മീൻസ് ഓൾ ദി ഫേസസ് ആർ ട്രയാങ്കിൾസ്. മനസ്സിലായിട്ട് പറയുന്നത്? നമ്മൾ നേരത്തെ നമുക്കറിയാം 5 ആണ് കോർഡിനേഷൻ നമ്പർ എങ്കിൽ അത് സ്ക്വയർ പിരമിഡോ ട്രയാഗണൽ ബൈപിരമിഡോ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ ട്രയാഗണൽ ബൈപിരമിഡ് ഈസ് എ പോളിഹെഡ്രൺ, ബട്ട് എ സ്ക്വയർ പിരമിഡ് ഈസ് നോട്ട് എ പോളിഹെഡ്രൺ. പറഞ്ഞ് ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന്, അതായത് Fe5CCO50 എന്ന ഫോർമുലയിൽ നിന്ന് we can deduct by Wade-Mingus rules, we can finally find out the number of skeletal electron pairs to be 7, and that is 5 plus 2, where 5 is എവിടുന്നാ വന്നത്? ആ 5 ആണ്. ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ 6 ആണെങ്കിൽ 7 കിട്ടിയ 6 plus 1 ആണ്. അങ്ങനെ ക്ലോസ് ആവുമായിരുന്നു. മനസ്സിലായത് നിങ്ങൾക്ക്? ക്ലിയർ? ഓക്കെ. Get the square pyramidal structure. That is actually the structure of this iron carbonate, or this is polynuclear carbonate. That's actually a square pyramidal structure. They are correctly predicted by the Wade's rules. Okay, is it clear? Another example is the wait a second. Okay. Another example. RH6CO16. We are going to find out the skeletal structure, how the rhodium atoms are connected together. That is what is called the skeletal structure. For that we have to first find out the total electron count. ഇവിടെ എത്രയാണ്? നമ്മൾ നേരത്തെ ടോട്ടൽ ആദ്യം പറഞ്ഞ കൗണ്ടിൽ ഇത് കേട്ടോ. അത് 18 വരും ഓരോ മെറ്റലിനും. നമ്മളിവിടെ കാണുന്ന ഫോർമുല വെച്ചിട്ട് അതിൽ മെറ്റൽ കൊണ്ട് നമുക്ക് അറിയില്ല. ശ്രദ്ധിക്കാം, മനസ്സിലായില്ലേ? ഈ മെറ്റൽ കൊണ്ട് നമുക്ക് അറിയത്തില്ല. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. RH6CO16. RH is how many valence electrons for rhodium? Rhodium comes എവിടെയാണ്? Below cobalt. അല്ലേ? എത്ര പ്രാവശ്യം കണ്ടു അവിടെ? It is 9 electrons, 9 into 6 plus 2 into 16. Isn't it? 9 into 6 plus 2 into 16. എത്ര വരും? 54, 32, 86. That is the ഇവിടെ വേറൊന്നുമില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ടുള്ള പറയാൻ പറ്റും. ഇതിനോട് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം. 2 - 1 - ഒക്കെ ഉണ്ടാവാം. കാർബോണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചാർജിന് എണ്ണം കൂടി ഇലക്ട്രോൺ ആയിക്കോട്ടെ. നെഗറ്റീവ് 1 ഇലക്ട്രോൺ കൂടുതൽ കിട്ടുക, 2 കിട്ടുക. ഓക്കെ. ഇവിടെ ഇപ്പോൾ ചാർജ് ഒന്നുമില്ല. ഒരു ന്യൂട്രൽ സ്ട്രക്ചറാണ് RH6CO16. that has 86 electrons, total electrons. That is the total of 2 types of electrons. One is the electrons used for skeletal bonding and electrons used for non-skeletal bonding. If these two are pulled together, we will get 86. Now we have to deduct the number of electrons used for non-skeletal bonding. അതെങ്ങനെ കിട്ടുക? വളരെ സിമ്പിൾ ആണ്. You take the number of metal atoms, multiply it by 12. 12 ഫിക്സഡ് ആണ് എല്ലാ മെറ്റലിനും 12. അപ്പോൾ എത്രയാണ്? 6 × 12 എത്രയാണ്? 72 എന്ന് പറഞ്ഞു. That is -72. That comes to be 14 is equal to 7 pairs. 7 pairs means 6 metals, 7 pairs. That means m plus 1. 6 plus 1 ആണ്. മനസ്സിലാണ്ടോ? 6 എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ എണ്ണാണ്. ഈ 6 ആണ് ശ്രദ്ധിക്കുക, റോഡിയത്തിന്റെ എണ്ണാണ്. ഓക്കെ. ദാറ്റ് ഈസ് m plus 1 ആണ്. എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ m plus 1 എന്നത് പ്ലോസോ സ്ട്രക്ചർ ആണ്. പ്ലോസോ സ്ട്രക്ചർ. പ്ലോസോ means yes, it is a polyhedron with a
all vertices remaining, nothing removed. അറിയാം R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Yes, this is a perfect octahedron. Rhodium, rhodium. ഇതാണ് അതിന്റെ സ്കെലിറ്റൽ സ്ട്രക്ചർ വരിക. മനസ്സിലായില്ലേ? Something like this. That is a octahedron with a 6 vertices occupied by 6 rhodia. R rhodia ഉള്ളത് ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായദേശം. മനസ്സിലായില്ലേ? Yes, R86, CO16. Is it clear? ഈ CO അവിടെ ഉണ്ട്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. We are predicting the skeletal structure. ഈ ബാക്കിയുള്ള 16 C1 2 3 6 6 എങ്ങനെ 16 C1 വെച്ചാൽ ചിലത് ടെർമിനൽ ഉണ്ടാവാം, ചിലത് ബ്രിഡ്ജിങ് ഉണ്ടാവാം. അത് വേറെ പ്രശ്നം. മനസ്സിലായില്ലേ? We are predicting the skeletal structure and we can predict that R86 CO16 will have as a perfect octahedral arrangement of 6 rhodium atoms. Okay. ഒരു എക്സാമ്പിൾ എടുക്കുക. OS5 CSC is another carbonyl cluster, and if you apply the rule, you can see very simply OS osmium comes below iron, isn't it? Iron, ruthenium, osmium, cobalt, rhodium, iridium, nickel, palladium, palladium. മനസ്സിലൊക്കെ പോകണം, മറമ്പണം. അപ്പോൾ എന്താണ്? It is just like iron. That means 5 into 8 plus 2 into 16. ഇത് 5 ഓസ്മിയം ആറ്റത്തിലെ 40 വാലൻസി ഇലക്ട്രോണും 16 കൊബാൾട്ടിൻ്റെ 16 × 2 32. ഇതിലാണ് 72. That is the total electron. ഇതിലെ എത്ര നോൺ സ്കെലിറ്റൽ ബോഡി ഉപയോഗിച്ച് പോയിട്ടുണ്ടാവാം? വളരെ വെരി സിമ്പിൾ. ദാറ്റ് ഈസ് yes 5 ആണ്. 5 into 12 means 60. ഇതിനാണ് നോൺ സ്കെലിറ്റൽ ബോണ്ടിങ്. For non-skeletal bonding 60 electrons are used. That means 72 minus 60 is equal to 12 is equal to 6 pairs. 6 pairs means എത്ര മെറ്റലിന്റെ m plus 1. Yes, m plus 1 or 5 plus 1. The structure, yes, we have the Closed structure. Closed structure means we have a polyhedron from which yes, no vertex is removed. All vertex remains 5 vertex ഉള്ള ഒരു polyhedron ആണ് structure എന്ന് മനസ്സിലാവും. കാരണം മനസ്സിലാകണ്ട 5 vertex polyhedron എന്താണ് നമ്മൾ തൊട്ടുമ്പേ പറഞ്ഞു? That is the trigonal bipyramid. OS. Okay, this is the structure. Clear? A trigonal bipyramid. നമ്മൾ നേരത്തെ തന്നെ Fe5C CO15 അതും 5 മെറ്റൽ ആറ്റംസ് ആണ്. പക്ഷെ അവിടെ എന്താ? അവിടെ നിഡോ സ്ട്രക്ചർ ആണ്. അവിടെ 6 ൽ നിന്ന് 1 കുറച്ച സ്ട്രക്ചർ ആണ്. മനസ്സിലാകണ്ടോ? നിഡോ എന്ന് പറഞ്ഞാല് yes, from a polyhedron 1 vertex is removed. ഇവിടെ 5 ൽ നിന്ന് 1 കുറക്കാത്ത ക്ലോസോ 5 വെർട്ടക്സ് ഉള്ള polyhedron ആണ്. ഇത് കൺഫ്യൂഷൻ വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കിട്ടും. നമ്മൾ ഈ പറഞ്ഞ പെയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ m+1 m+2 m+3 ആണെന്ന് മനസ്സിലാക്കുക. കഥ കഴിഞ്ഞു. m+1 ക്ലോസ് ആണ്, m+2 അങ്ങനെ നിഡോ ആണ്, m+3 അങ്ങനെ അർക്കനോ ആണ്. കാരണം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മെറ്റലായിട്ടുള്ള ഒരു സ്ട്രക്ചർ എടുത്തിട്ട് നമുക്ക് അവസാനം 5+3 എന്ന് കിട്ടും. ഇതിനകത്ത് 5+3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ അരക്കിനോ സ്ട്രക്ചർ. അരക്കിനോ സ്ട്രക്ചർ പറഞ്ഞാൽ എന്താണ്? ഒരു പോളിഹെഡ്രണിൽ നിന്ന് 2 വെർട്ടക്സ് റിമൂവ് ചെയ്താണ്. അതായത് 7 വെർട്ടക്സ് ഉള്ള ഒരു പോളിഹെഡ്രണിൽ നിന്ന് 2 വെർട്ടക്സ് റിമൂവ് ചെയ്തിട്ടാണ് 5 വെർട്ടക്സ് കിട്ടിയിട്ടുണ്ട്. അവസാനിക്കുക അങ്ങനെ പറയണം. മനസ്സിലായിട്ട് പറയുന്നത് that will be the structure or the skeleton of this particular. ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കാണുകയും പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ കാണുന്നില്ല, നോക്കട്ടെ. Fe4C CO2 2 Fe4
CO12 2 minus Fe4C CO12 2 minus. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം. ഇത് 4 എണ്ണേ ഉള്ളൂ. 4 മറ്റൊന്നും ശരിക്കും പറഞ്ഞാൽ മറ്റേ ക്ലാസ്സിൽ വരുന്നതാണ്. ഏതില് LNCC വരുന്നതാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് LNCC ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ LNCC നമുക്ക് പഠിക്കാൻ പറ്റും പെട്ടെന്ന്. മനസ്സിലായില്ലേ? ഇതെന്താ നമുക്ക് വരുന്നത് നോക്കാം. സ്ട്രക്ചർ സ്കെൽട്ടൺ എന്താ നോക്കാം. Fe4C CO12 2 minus ടോട്ടൽ ഇലക്ട്രോൺ ബോണ്ട് എത്രയായിരിക്കും? Fe4നെ 4 into 8 അല്ലേ ഈക്വൽ ടു 32. സിക്ക് എത്രയാണ്? 1 into 4 that is equal to 4. ഇതെന്താണ്? 12 കാർബൺ മോണോക്സൈഡ് 12 into 2 that is equal to 24. 2 നെഗറ്റീവ് ചാർജിന് 2 into 1 that is equal to 2. മനസ്സിലാകുന്നുണ്ടോ? This is for 4 iron atoms. Each iron atom contributing 8 valence electrons. 4 into 8 is equal to 32. This is for 1 carbon atom. Each carbon atom contributing 4 valence electrons. That is 1 into 4. This is for 12 carbon monoxide molecule. Each carbon monoxide contributing 2 electrons. That is 12 into 2 is equal to 24. And this is for 2 negative charge. Negative charge എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ കൂട്ടുക. എത്ര കിട്ടി? 32, 36, 40, 60, 62 എന്ന് കിട്ടി. That is 62. അല്ലേ? Yes, 62. And you can see that there are 4 iron atoms. So it will make use of a 4 into 12 electrons for non-skeletal bonding. 4 into 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48. 64 minus 48, 62 minus 48 is equal to 40. That is equal to 7 pairs. 7 pairs means yes, that is a 4 plus 3. 4 plus 3. 4 plus 3 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസോ അല്ല, നിഡോ അല്ല. That is a arachno structure. Arachno structure എന്താണ്? Arachno structure is a structure in which a polyhedron 2 vertices are removed. Proso, nido, arachno. 2 adjacent vertices. 2 adjacent vertices are removed. അപ്പോൾ എത്ര വേണം? 4ന് 6 തുടങ്ങണം. 6 തുടങ്ങി 2 പോയാൽ 4 വരും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യെസ് ഒരു 6 vertex polyhedronൽ നിന്ന് 2 adjacent vertices റിമൂവ് ചെയ്യാം. 1 റിമൂവ് ചെയ്ത് 2 റിമൂവ് ചെയ്ത് 1 2 3 4 something like this. In സത്യം വരച്ചെടുത്ത പ്രയാസം മനസ്സിലായില്ലേ? This will be the skeleton of a Fe4 structure. Fe4 അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ രൂപത്തിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ ആവണമെന്നില്ല. പറഞ്ഞ് ക്ലിയർ ആവുന്നുണ്ടോ? അത് ശ്രദ്ധിക്കാം. Fe4C CO12 2 minus. You can see that it is having a arachno structure. And since it has a 4, it will have to it has a 4 vertices. 4 vertices വേണം. അരക്കനും ആയിരിക്കും വേണം. എന്താ പറഞ്ഞാൽ തുടങ്ങണം? 6 തുടങ്ങണം. 6 തുടങ്ങി 1 പോയാൽ നിഡോ 2 പോയാൽ ആയിരിക്കും. 1 പോയാൽ ക്ലോസോ 1 പോയാൽ നിഡോ 2 പോയാൽ ആയിരിക്കണം. So this is the arachno structure with a 4 vertices from a octahedron. 2 adjacent vertices are removed. That structure will be the skeleton of a Fe4C CO12 2 minus. പറഞ്ഞ് ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ വേഡ് ബിംബോസ് മോഡ് ഉപയോഗിച്ചിട്ട് എന്ത് പ്രൊഡിക്ട് ചെയ്യുന്നത്? The skeletal structure of a polynuclear as well as of course polynuclear high nuclearity carbon clusters, and that can be extended even to the low nuclearity carbon clusters. Is it clear? എങ്ങനെ മനസ്സിലാണല്ലോ? അപ്പൊ എങ്ങനെയാണ് ആ കൗണ്ട് എടുക്കുക? വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രോൺ കൗണ്ട് എടുക്കുക. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിന്റെ ബാലൻസ് ഇലക്ട്രോൺസ് മെറ്റലിൽ വെച്ചിട്ട് ശ്രദ്ധിക്കണം. അയണും എന്താണ് അത് ഇപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. ഓസ്മിയം, കൊബാൾട്ട്, റോഡിയം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. ഇറിഡിയം, നിക്കൽ, പലേഡിയം, ഇതൊക്കെ വളരെ അപൂർവമായിട്ട് വരും. മിക്കവാറും ഈ ഗ്രൂപ്പിലാണ് വരിക. ഇതിലൊക്കെ വരിക. മനസ്സിലായില്ലേ? ഇതിന് അപൂർവമായിട്ട് വരും. അപ്പോഴേ ഇതിനൊക്കെ 8 ഇലക്ട്രോൺസ്, ഇതിലൊക്കെ 9 ഇലക്ട്രോൺസ്, ഇതിലൊക്കെ 10. അതാണ് ബാലൻസ് ഇലക്ട്രോൺസിലുണ്ട്. അത് അയണായാലും റുത്തീനായാലും ഓസ്മിയായാലും 8 ഇലക്ട്രോൺസിന്റെ ബാലൻസ് നമുക്കറിയാം വരുന്നത്. ആ ബാലൻസ് അയണിന്റെ എണ്ണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മെറ്റലിന്റെ എണ്ണം വെച്ച് മൾട്ടിപ്ലൈ 6 അങ്ങനെ 8 into 6, 7 8 into 7, 5 8 into 5, എത്രങ്ങളാവട്ടെ 9 അങ്ങനെ 8 into 9 എത്രങ്ങളാവാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? പിന്നെ ചെയ്യുന്നത് അതിന്റെ കൂടെ
യെസ്, കുറെ കാർബൺ മോണോക്സൈഡ്സ് ഉണ്ടാകുന്നതാണ്. നമ്മൾ കാർബൺ ക്ലസ്റ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. മിക്കവാറും ലിഗൻഡ്സ് കാർബൺ മോണോക്സൈഡ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ല. കാർബൺ മോണോക്സൈഡ് തന്നെയാണ് വരുന്നത്. ശരി, അത് ഇൻറ്റു 2. അപ്പോൾ 10 കാർബൺ മോണോക്സൈഡ് 10 × 2 20, 15 15 × 30 എന്തെങ്കിലും ആവട്ടെ, അത്രയും കിട്ടണം. ഇത് രണ്ടും കൂടി കൂട്ടുക. പിന്നെ വല്ല അത് ശ്രദ്ധിക്കണം, എൻകാപ്സുലേറ്റഡ് ആറ്റംസ് ഉണ്ട്, ശ്രദ്ധിക്കാതെ പോകരുത്. കാർബണോ നൈട്രജനോ അത് ഫോർമുലയിൽ എഴുതുമ്പോൾ വളരെ P5CCO15 എന്ന ഈ സീനെ പലപ്പോഴും നമ്മൾ അത് വിട്ടുവരുത്. ശ്രദ്ധിച്ച് ഫോർമുല ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നോ സീന്നോ എച്ച് എവിടെയെങ്കിലും എഴുതാം. ആ ഫോർമുലയിൽ നമ്മളെ മെറ്റൽ ആറ്റം 5 കാർബൺ മോണോക്സൈഡ്, പിന്നെ എന്തെങ്കിലും ഈ മെറ്റൽ കാർബൺ മോണോക്സൈഡ് ബാക്കികളുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇലക്ട്രോൺസ് മിക്കവാറും ഹൈഡ്രജൻ അംഗം ഒന്ന്, മിക്കവാറും ഹൈഡ്രജൻ ഉണ്ടാവാം. പിന്നെ എന്താ ഉണ്ടാവേണ്ടത്? കാർബൺ ഉണ്ടാവാം. കാർബൈഡോ ക്ലസ്റ്റേഴ്സ്, ഹൈഡ്രൈഡോ ക്ലസ്റ്റേഴ്സ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നൈട്രൈഡോ ക്ലസ്റ്റേഴ്സ്, ചിലപ്പോൾ ഫോസ്ഫറസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിന്റെ നൈട്രജൻ ഫോസ്ഫറസ് അങ്ങനെ ഒരുപോലെ തന്നെയാണ് അല്ലേ? എത്ര കൂട്ടുക? 5 കൂട്ടുക. കാർബൺ ആകെ 4, മറ്റേ ഹൈഡ്രജൻ ആകെ 1. ഓക്കെ, അതും കൂടി കൂട്ടി. പിന്നെ ചിലപ്പോൾ ഇതിന്റെ പുറത്ത് ഒരു ചാർജ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ചാർജ് ചിലപ്പോൾ 1 നെഗറ്റീവ് 2 നെഗറ്റീവ് എന്നോ ആ നെഗറ്റീവ് ചാർജിന് അത്രയും ഇലക്ട്രോൺസ് കൂടി കൂട്ടുക. അതാണ് നമ്മുടെ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട്. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുക? അതിന് ശേഷം കണ്ണു കൂട്ടിയിട്ട് എത്ര മെറ്റൽ ഉണ്ടോ അതിന്റെ 12 ഇരട്ടി ഇലക്ട്രോൺസ് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. കുറച്ചേരം നേരത്തെ പറഞ്ഞ ഈച്ച് മെറ്റൽ, അത് മെറ്റൽ നോക്കേ വേണ്ട. അത് അയൺ ആയാലും കൊബാൾട്ട് ആയാലും പലേഡിയം ആയാലും എന്തായാലും ശരി, എത്രയാണ്? അത് 12. ഓരോ മെറ്റലിനും 12. ഇപ്പൊ 5 മെറ്റലിനൊക്കെ 12 6 കുറക്കും. ബാക്കി വരുന്നത് എത്ര പേരുണ്ടെന്ന് നോക്കുക. ബാക്കി വരുന്നതിന് പകുതി എടുക്കുക, പേരായി. ആ പേര് വെച്ചിട്ട് നോക്കിയിട്ട് M+M എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, മെറ്റലിന്റെ എണ്ണം മാത്രമാണ്. ഓരോന്നും നോക്കിയത് മെറ്റലിന്റെ എണ്ണം. അത് 5+1 ആണോ 5+3 ആണോ നോക്കുക. 5+1 ക്ലോസോ 5+2 5 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസാണ്. M+1 ആണെങ്കിൽ ക്ലോസോ, മറ്റേനീടോ മറ്റേതാണ്. അപ്പൊ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇറക്കിയിടുക പറഞ്ഞാല് പിന്നെ മെറ്റലിന്റെ എണ്ണം നോക്കുക. എത്രയുണ്ട്? മെറ്റലിന്റെ എണ്ണം 5 ആണ്. അപ്പൊ എന്താണ്? അത് 7 വെർട്ടക്സിൽ എന്തോ സബ്സ്റ്റൻസിൽ നിന്ന് 2 കുറച്ചിട്ട് ആക്ടിവിറ്റി എന്ന് മനസ്സിലാക്കും. 7 വെർട്ടക്സിൽ എന്താണ്? അത് പെന്റഗണൽ ബൈപിരമിഡാണ്. മനസ്സിലാണ്ടോ? 6 വെർട്ടക്സിൽ എന്തോ ഒന്ന് കുറച്ചിട്ടാണ് 4 കിട്ടിയിരുന്നത്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒക്ടാഹെഡ്രാണ്. 6 അപ്പുറത്തേക്ക് പോകുന്ന കുറവാകുമ്പോൾ കുറച്ച് മനസ്സിലാവും. 6 7 8 9 അങ്ങനെ വരും. അപ്പോഴേക്ക് വേറെ രൂപ വരുമോ? പ്രത്യേകം നമുക്ക് ക്ലിയർ ആവും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ 5+2 ഉണ്ട്. 5+2 ആണ്. 5+2 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നിഡോവാൻ അല്ലേ? 5+2 5 മെറ്റൽ ഉണ്ട്. അപ്പൊ 5 നിഡോന് 5 വെർട്ടക്സ് വരണമെങ്കിൽ നിഡോ എന്ന് പറഞ്ഞാൽ 1 കുറച്ചാണ്. അപ്പൊ 6ൽ നിന്ന് 1 കുറച്ചത്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്ടാഹെഡ്രാണ്. ഒക്ടാഹെഡ്രാണ് 1 കുറച്ച് എന്താണ്? ഇത് സ്ക്വയർ പിരമിഡ് ആണ്. അങ്ങനെ നമുക്ക് സ്ട്രക്ചർ എത്തിപ്പെടാം. ദാറ്റ് ഈസ് ദ സ്കെലിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ അടുത്ത കുറച്ച് എക്സാമ്പിൾ അടുത്ത ക്ലാസ് കാണാം.